ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ബലേനോയാണ്. ബലേനോയുടെ തന്നെ ഇതൊരു തേർഡ് വേരിയൻ്റാണ്. ഇപ്പോൾ വേരിയൻസ് പോകുന്നത് എങ്ങനെയാണ്? സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ എന്നിങ്ങനെയാണ് നമുക്ക് വേരിയൻസുകളും കാര്യങ്ങളും പോകുന്നത്. അതിൽ തന്നെ ഈ കിടക്കുന്നത് മൂന്നാമത്തെ വേരിയൻ്റാണ്. ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ട് തന്നെ പറയാം. അതായത് ഇപ്പോൾ സെക്കൻഡ് വേരിയൻ്റ് എടുത്താലും വാല്യൂ ഫോർ മണി തന്നെയാണ്. ഇതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ചിലർക്ക് ഒരു കാര്യമുണ്ട്, കമ്പനിയിൽ നിന്ന് ഫിറ്റഡ് ആയിട്ടുള്ള അലോയ് വീൽ വേണം, ഇൻഫോർട്ടബിൾ സിസ്റ്റം വേണം, അങ്ങനെയുള്ള കുറേ മൈൻഡ് സെറ്റുള്ള കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വേരിയൻ്റാണ്, തേർഡ് വേരിയൻ്റാണ്. 10,07,000 രൂപയാണ് ഈ കിടക്കുന്ന വാഹനത്തിൻ്റെ മാനുവൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങളപ്പോൾ ചിന്തിക്കും ടോപ്പിന് എത്ര ആയിരിക്കും വില എന്നുള്ളതായിരിക്കും ഇനി ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 10,07,000. ഇതിൻ്റെ തന്നെ തൊട്ടടുത്ത വേരിയൻറ്റിന് 11,18,000 ഓൺ റോഡ്. അതായത് രണ്ട് വേരിയൻറ്റുകളും തമ്മിൽ ഏകദേശം 1,10,000 രൂപയിൽ കൂടുതൽ വ്യത്യാസങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് തൊട്ടടുത്ത വേരിയൻറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത് എന്നുകൂടി പറഞ്ഞു തരാം. അപ്പം നമുക്ക് നിലവിൽ ഈ മാസമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10,40,000 രൂപ ക്യാഷ് ഓഫറായിട്ടുണ്ട്. 35,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ 10,07,000 നിന്ന് ഈ ഒരു 40,000 രൂപ കുറച്ച് നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. ഒരു ഒരു 80,000 രൂപ റേഞ്ചിലായിരിക്കും ഈ വാഹനത്തിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. 7 വർഷത്തേക്കാണെങ്കിൽ ഒരു 15,300, ഒരു 15,000 കൂട്ടും. ആ ഒരു റേഞ്ചിലായിരിക്കും ഈ കിടക്കുന്ന വാഹനത്തിൻ്റെ EMI വരുന്നത്. ഒരു 10 ലക്ഷം രൂപ ഓൺ റോഡ് വില വരുന്ന വാഹനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഏകദേശം ഒരു 10-15 രൂപ EMI വരും. ഒരു പെർലാക്ക് ഒരു 1,600, 1,630, 1,050 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും EMI കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഡൗൺ പേയ്മെൻറ്റും എത്രയാണെന്നുള്ളത് നമ്മൾ സംസാരിച്ചു, EMI എത്രയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, ഓൺ റോഡ് വില സംസാരിച്ചിട്ടുണ്ട്, ഓഫറും നമ്മൾ പറഞ്ഞു. കൂടാതെ വേറൊരു കാര്യം, അപ്പം നമ്മുടെ വീഡിയോ കണ്ടുപിടിക്കുന്ന കസ്റ്റമറാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നാൽ മതി. കണ്ണഞ്ചേട്ടൻ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, കണ്ണഞ്ചേട്ടനെ വിളിച്ചാൽ മതി. ഇൻഡസിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ എടുത്തത്. ആക്സസറീസ് ഇതിനകത്ത് അത്യാവശ്യം ആക്സസറീസ് ഒക്കെ വേണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഒരു ഫോഗ് ലാമ്പൊക്കെ വെച്ചാൽ നല്ലതല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ ഫോഗ് ലാമ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മറ്റെവിടെയും കിട്ടുന്നതിനെക്കാട്ടിയും റേറ്റ് കുറച്ച് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഷോറൂമിൽ നിന്ന് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ട് വിളിക്കുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്ന് ചെയ്ത വീഡിയോസിൻ്റെ താഴെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇന്നേ വരെ അങ്ങനെ നെഗറ്റീവ് കമൻസോ ഒന്നും അല്ലെങ്കിൽ നമ്മൾ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നെഗറ്റീവ് കമൻസും വരാറില്ല. അപ്പോൾ എനിക്ക് അത്രയും ഉറപ്പുള്ളൊരു കാര്യം മാത്രമേ ഞാൻ വീഡിയോയ്ക്കകത്ത് പറയാറുള്ളൂ, ചുമ്മാ ഞാൻ പറയാറില്ല. അവർ അക്സസറീസിന് വില കുറച്ച് മറ്റുള്ളടത്തേക്കാട്ടി കുറച്ച് തരുമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നിങ്ങൾക്ക് ചെയ്ത് തന്നിരിക്കും. നിങ്ങൾക്ക് വില കമ്പയർ ചെയ്ത് നോക്കിയോ, ഇപ്പോൾ നമ്മുടെ വില എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും വില കൂടെ നോക്കിയോ, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇൻഡസ് പരിഗണിക്കാം. കൊല്ലം ചന്ദനത്തോപ്പിലാണ് സ്ഥലം വരുന്നത്. നമുക്ക് അവിടെ തന്നെ സർവീസ് സെൻറ്റർ നമുക്ക് അവൈലബിൾ ആണ്. ന്യൂ കാർ, യൂസ്ഡ് കാർ എല്ലാം നമുക്ക് ആ ഒരു ഇൻഡസിൽ നിന്ന് തന്നെ നമുക്ക് മേടിക്കാവുന്നതാണ്. അരീന ഇതിപ്പോൾ നെക്സ്റ്റ് ആണെന്ന് തന്നെ അരീന സെഗ്മെൻറ്റിലുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും വാഹനങ്ങൾ വേണമെങ്കിൽ താഴെ കാണിച്ചുള്ള കണ്ണഞ്ചേട്ടനെ വിളിച്ചാൽ മതി. അരീന സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾക്കും നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഇതൊരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ലുക്ക് ഇതിപ്പോൾ ഒരു ബ്ലൂ കളറാണ്. അതായത് നമ്മുടെ ഈ ഒരു നെക്സ കാറ്റഗറിയിൽ തന്നെ വാഹനങ്ങളുടെ ഒരു സിഗ്നേച്ചർ കളറാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗ്രില്ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്രോം എലമെൻ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ബോൾഡായിട്ടുള്ള ക്രോം എലമെൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് LED ആയിരിക്കും ലൈറ്റ്. ഇതിപ്പോൾ നമുക്ക് പ്രൊജക്ടർ വേണ്ടിയിട്ടാണ് ഈ വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ആ ഒരു ചെറിയ വ്യത്യാസം അവിടെ കാണാം. DRL ഓൾറെഡി നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ താഴേക്ക് നോക്കുന്ന സമയത്ത് ഫോഗ് ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. പക്ഷേ ഫോഗ് ലാമ്പ് നമുക്ക് ഈ വേരിയൻറ്റിൽ വരുന്നില്ല. അത് നിങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ആണ് ചെയ്യേണ്ടതായിട്ട് വരും. അത് മാത്രമേ ഉള്ളൂ ഈ വാഹനത്തിൽ ഫ്രണ്ട് പോർഷനിൽ ഒരു പോരായ്മയായിട്ട് പറയാൻ പറ്റുന്നത്. ചെറിയൊരു ക്രോം എലമെൻറ്റ് അവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കോസ്റ്റ് എനിക്കറിയില്ല, ഫോഗ് ലാമ്പ് എത്ര വരുന്നത് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി എത്ര കോസ്റ്റ് വരുമെന്നുള്ളത്. ഗ്രില്ലൊക്കെ അത്യാവശ്യം ബ്ലാക്ക് ഫിനിഷിൽ സുസുക്കിയുടെ ലോഗോയും വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമേറെ എയർ ഡാം യൂണിറ്റും നൽകിയിട്ടുള്ളത് കാണാം. 2 വാഷർ നോസിലൊക്കെ നൽകിയിട്ടുണ്ട്. ആ ഹുഡൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ക്യാരക്ടർ ലൈൻസൊക്കെ ആ ഒരു ഹുഡിൻ്റെ പോർഷനിൽ കാണാം. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ പറയാനായിട്ട് വരുന്നില്ല. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു വാഹനമാണ്. ഫ്രണ്ടിലുള്ള ആ ഒരു കാര്യം എന്താണ്, ഒരു ഫോഗ് ലാമ്പ് എക്സ്ട്രാ ചെയ്യണം എന്നത് മാത്രമേ ഉള്ളൂ ഫ്രണ്ട് പോർഷനിലെ കാര്യം. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ നമ്മൾ ടോപ്പിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ പോരായ്മയും കാര്യങ്ങളും നമ്മുടെ സൈഡ് പ്രൊഫൈലിൽ തോന്നില്ല. ഇതിനകത്ത് ഇപ്പോൾ ഒരു ഒറ്റ കളർ, ഒരു സിൽവർ പോലെ തോന്നുന്ന ഒരു കളർ തീമുള്ള ഒരു അലോയ് ആണ് നൽകിയിട്ടുള്ളത്. ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് അലോയുടെ ഡിസൈൻ പാറ്റേണിലൊക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ സ്ഥിരം കാണുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെ. അപ്പോൾ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് അലോയ് അവൈലബിൾ ആണ്. അപ്പോഴുള്ള ടയറാണ് വാഹനത്തിൽ യൂസ് ചെയ്തത്. 16 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. 195/55 R16 ആണ് ടയർ പ്രൊഫൈൽ. അപ്പോൾ ഇതിപ്പോൾ ഒരു റബ്ബർ തോട്ടമാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ട് നമ്മൾ ജസ്റ്റ് ഗേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ വീപ്പയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാം, ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആരുടെ വഴിയാണ്, ജസ്റ്റ് ഗേറ്റ് ഇട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. മിററിലേക്ക് വരുന്ന സമയത്ത് മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഫെൻഡറൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ കാണാം. ഡോർ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാലും
ആ ഒരു ക്രോം എലമെൻറ്റ് ഡോർ ഹാൻഡിൽ അവർ നൽകിയിട്ടുണ്ട്. കീലെസ് എൻട്രി ഓപ്ഷനും ഈ വേരിയൻറ്റിൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ക്രോം എലമെൻറ്റ്സ് ഒക്കെ കാണാം. ഈ ഒരു എ പില്ലർ മുതൽ തുടങ്ങി ആ ഒരു സി പില്ലർ വരെ അവസാനിക്കുന്ന രീതിയിൽ കുറച്ച് ക്രോം എലമെൻറ്റ്സ് ഒക്കെ കാണാം. എ പില്ലർ നോക്കിക്കഴിഞ്ഞാലും ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ നൽകിയിട്ടുണ്ട്. റൂഫ് റെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യമെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യാം. ആക്സസറീസ് ആയിട്ട് മേടിച്ച് വെച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. റൂഫ് റെയിലൊക്കെ വെച്ചാൽ കുറച്ചുകൂടി വാഹനം കാണാനായിട്ട് മനോഹരമായിരിക്കും. ഈ ഒരു അലോയുടെ കളർ തീം എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ബ്ലാക്കിലേക്കോ അങ്ങനെ ഏതെങ്കിലും കളറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. കാര്യം ഇത് സിംഗിൾ ടോണിലുള്ളൊരു അലോയ് വീലാണ്. എന്തെങ്കിലും ഡിസൈൻ പാറ്റേണിലേക്ക് ഡിസൈനിൽ മാറ്റം വരുത്താൻ പറ്റില്ല. കളർ തീമിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെയ്യാവുന്നതാണ്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഒരു സൈഡ് പ്രൊഫൈലിൽ പറയാനായിട്ട്. അത്യാവശ്യം നീറ്റായിട്ടുള്ള വാഹനമാണ്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പ്രത്യേകിച്ച് പോരായ്മകളൊന്നും പറയാനായിട്ടൊന്നുമില്ല. കാരണം കീലെസ് എൻട്രി വരുന്നുണ്ട്, അലോയ് വീൽ അവൈലബിൾ ആണ്, അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ക്രോം എലമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. റൂഫ് റെയിൽ വേണമെങ്കിൽ ചെയ്യുക. ബി പില്ലർ നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. റിയർ പ്രൊഫൈൽ നമ്മൾ റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് റിയർ പ്രൊഫൈൽ അങ്ങനെ പ്രത്യേകിച്ച് പോരായ്മ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ടോപ്പിൽ ഒരു ആൻറ്റിന വരുന്നുണ്ട്. ഷാർഫിനല്ല നോർമലി വരുന്നത് തന്നെയാണ്. ഹൈ മൗണ്ട് സ്റ്റോപ്പിലാകുമ്പോൾ ചെറിയൊരു സ്പോയിലർ പോലെ തോന്നുന്ന ഡിസൈൻ പാറ്റേൺ ഇവിടെ വരുന്നുണ്ട്. അത് നല്ല രസമുണ്ട് കാണാനായിട്ടും. ഡിഫോഗ ലൈനും റിയർ വൈപ്പറും ഈ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ഒരു ക്രോം എലമെൻറ്റ് അതിനുള്ളിൽ തന്നെ റിവേഴ്സ് ക്യാമറ നൽകിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെ. സേഫ്റ്റി വൈസ് റിവേഴ്സ് ക്യാമറ എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡിഫോഗറും റിയർ വൈപ്പറും വരുന്നുമുണ്ട്. LED ആണ് ടെയിലാം യൂണിറ്റ്. ഒരു സി ടൈപ്പുള്ള ഒരു കളർ തീമാണ് നൽകിയിട്ടുള്ളത്. ബെലേനോയുടെ ഒരു ബ്രാൻഡിങ്ങും വേറെ ബ്രാൻഡിംഗ് ഒന്നുമില്ല. നെക്സ്റ്റ് എന്നൊരു സ്റ്റിക്കറിംഗ് ആണ് അവിടെ നൽകിയിട്ടുള്ളത്. സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസറൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ഇതാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. മോശമല്ലാത്ത രീതിയിലുള്ള ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. പാഴ്സൽ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 60-40 സ്പ്ലിറ്റിങ്ങും ആ ഒരു പോർഷനിലായിട്ട് ഒരു ലൈറ്റ് കൂടി നൽകിയിട്ടുണ്ട്. നല്ലത് തന്നെയാണ്. രാത്രി സമയങ്ങളിൽ കുറച്ചുകൂടി വിസിബിലിറ്റി നമുക്ക് കിട്ടും. സാധനങ്ങളൊക്കെ എടുക്കാനും വെക്കാനും ഒക്കെ ആയിട്ട്. ജസ്റ്റ് സ്പെയർ ടയർ കാണിച്ചു തരാം. കാരണം ഇപ്പോഴത്തെ പല വാഹനങ്ങളും സ്പെയർ ടയർ ഇല്ല. ഇതൊരു സ്പെയർ ടയർ കൂടി നൽകുന്നുണ്ട്. സ്പെയർ ടയറിൽ അലോയ കാര്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഇത് 15 ഇഞ്ചാണ് സ്പെയർ ടയറിൻ്റെ സൈസ്. 185/65 R15 ആണ് സ്പെയർ ടയറിൻ്റെ പ്രൊഫൈൽ. അപ്പോൾ പ്രൊഫൈൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. കുറച്ചുകൂടി എന്താ പറയുക 1 ഇഞ്ച് കുറവാണ് സ്പെയർ ടയറിന്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 16 ഇഞ്ചാണ് നോർമലി വരുന്ന ടയർ സൈസ്. ഇത് സ്പെയർ ടയർ 15 ഇഞ്ച് വേണം. അപ്പോൾ അത് ചിലക്കൊരു ഡൗട്ട് കാണാം. ഇപ്പോൾ സ്പെയർ ടയർ എന്ന് വെച്ചാൽ എന്താണ്, ടെമ്പർ യൂസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അത്ര മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല. റിയർ സൈഡിൽ പറയാൻ നേരെ ഇനി അകത്തേക്ക് കയറാം. ഇനി റിയർ പ്രൊഫൈൽ ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനൊക്കെ നമുക്ക് ഡാഷ്ബോർഡും എല്ലാം നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് പറയാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. റിയർ സൈഡിലേക്ക് ഇരിക്കാം. ഈ ഒരു സീറ്റ് ഞാൻ എൻ്റെ കംഫർട്ടിനാണ് ഇപ്പോൾ ഇട്ടത്. അപ്പോൾ എൻ്റെ കംഫർട്ട് ഇട്ട സമയത്ത് സ്പേസ് കണ്ടോ, നല്ല സ്പേസ് ഉണ്ട്. നമുക്കതൊരു 3 അത്രയും നാണ്. ഇത്രത്തോളം സ്പേസ്, അത്രയും നല്ല സ്പേസ് വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. തൈ സപ്പോർട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. 2 ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ, 3 ഹെഡ് റെസ്റ്റ് ഉണ്ട്. 3ഉം അഡ്ജസ്റ്റബിൾ തന്നെ നൽകിയിട്ടുണ്ട്. റിയർ AC വെൻറ്റ് കൂടാതെ തന്നെ ചാർജിങ് സോക്കറ്റ് ഒരു സി ടൈപ്പ് നൽകിയിട്ടുണ്ട്. ഒരു നോർമലി USB സ്ലോട്ട് പോലത്തെ ഒരു ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ആംറസ്റ്റ് വരുന്നില്ല. അത് വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് പറയാം. ആംറസ്റ്റ് ഇല്ല എന്നുള്ളത്. സീറ്റിൻ്റെ പുറകിലൊക്കെ സ്റ്റോറേജ് സ്പേസ്, 2 സീറ്റിൻ്റെ പുറകിലില്ല, ഒരു സീറ്റിൻ്റെ പുറകിൽ സ്റ്റോറേജ് സ്പേസ് നൽകി. ഗ്രാബ് ക്യാൻഡിലൊക്കെ നൽകി. സെൻറ്ററിലായിട്ട് ഒരു ലൈറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നീറ്റ് തന്നെയാണ്. നിങ്ങൾ ഡോർ പാഡ് നോക്കേ, നല്ല ഗ്ലോസി ഫിനിഷിൽ ഒരു ബ്ലാക്ക് കളർ തീം നൽകി. എന്നാൽ ഇവിടെ ആയിട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, നല്ല രസമുണ്ട്. അത് സ്റ്റിച്ചിങ് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെയും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ്, അതേപോലെ ക്രോം എലമെൻറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. കൊള്ളാം. ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് പിന്നെ 6 എയർ ബാഗും ഈ വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ ഇറങ്ങാനും കയറാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡോറൊക്കെ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്നുണ്ട്. നല്ല കാര്യങ്ങളൊന്നുമില്ല അവിടെ പറയാനായിട്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഉണ്ട് പുറകിൽ. അതായത് ഇപ്പോൾ റിയർ AC വെൻറ്റ്, ചാർജിങ് സോക്കറ്റ്, 3 ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്. അത് സ്പേസും ഉണ്ട്. പ്രത്യേകിച്ച് പോരായ്മ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. നമ്മളപ്പം ഡാഷ്ബോർഡിനെ കുറിച്ച് പറഞ്ഞില്ല, നമുക്കത് ഓടിച്ചുകൊണ്ടങ്ങ് പറയാം. വണ്ടി എന്തായാലും ഡ്രൈവ് ചെയ്യണമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ടോപ്പിന് തൊട്ട് താഴെ വരുന്ന വേരിയൻ്റ്. ഇതിനകത്ത് ഇപ്പോൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒന്നും വരില്ല കേട്ടോ. തൊട്ടടുത്ത വേരിയൻറ്റിൽ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരും. അതേപോലെ ഈ ഒരു സ്റ്റിയറിംഗ് വീല് ലെതർ റാപ്പിഡ് അല്ല. ടോപ്പനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ലെതർ റാപ്പിഡ് ആയിരിക്കും സ്റ്റിയറിംഗ് വീല്. പിന്നെ പുറമേ നിന്ന് നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ ഫോഗ് ലാമ്പ് വരും. അതേപോലെ ലൈറ്റ് LED മാറുന്നുണ്ട് ടോപ്പ്-എൻഡിലാണെങ്കിൽ. പിന്നെ അലോയുടെ ഡിസൈൻ പാറ്റേണിൽ വ്യത്യാസം വരുന്നുണ്ട് ടോപ്പ്-എൻഡ് ആണെങ്കിൽ. അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ പുറമേ നിന്ന് വരുന്നുണ്ട്. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ മെയിനൊരു വ്യത്യാസം, ഇപ്പോൾ ഈ വേരിയൻറ്റിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇല്ല. പക്ഷേ ടോപ്പ്-എൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതൊരു വ്യത്യാസമായിട്ട് പറയാം. പിന്നെ ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഈ വേരിയൻറ്റിലില്ല. നമുക്ക് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്, പക്ഷേ ക്രൂയിസ് കൺട്രോൾ വരുന്നില്ല. ടോപ്പ്-എൻഡിലാണെങ്കിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ കൂടി നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ അടുത്ത വ്യത്യാസമായിട്ട് നമുക്ക് ഈ 2 വേരിയൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറയാം. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഹൈറ്റിംഗ് ടില്ല ടെലസ്കോപ്പിക്കാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ടോപ്പ്-എൻഡിലേക്ക് പോയി കഴിഞ്ഞാലും ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഓവറോൾ ഡാഷ്ബോർഡിൻ്റെ ഒരു കളർ തീമൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ തീമുണ്ട്. ബ്ലാക്ക് വരുന്നുണ്ട്, ചെറിയ ഗ്ലോസി എലമെൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇവിടെയൊക്കെ ഒരു ബ്ലൂ ഫിനിഷ് കൂടി വരുന്നുണ്ട്. ഈ ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കണ്ടോ, ഇതിനകപ്പം ആൻഡ്രോയിഡ് ആപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം അല്ല. തൊട്ടടുത്ത കുറച്ചുകൂടി വലിപ്പം നമുക്ക് ആ ഒരു സൈസിലായാലും ഫീച്ചേഴ്സിലായാലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റമാണ് തൊട്ടടുത്ത വേരിയൻറ്റിൽ വരുന്നത്.
അത് നമുക്ക് അടുത്തൊരു വ്യത്യാസമായിട്ട് പറയാനായിട്ട് പറ്റും. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തന്നെയാണ് ഈ ഒരു രണ്ട് തൊട്ടടുത്ത വേരിയൻ്റ് ആയാലും ഈ ഒരു വേരിയൻ്റ് ആയാലും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തന്നെ രണ്ട് വേരിയൻസിലും അവർ നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. സീറ്റൊക്കെ നല്ല അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സീറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ പോരായ്മയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പറയാനുള്ള ആവശ്യമൊന്നും വരുന്നില്ല. ചാർജിങ് സോക്കറ്റ്സ് ഒക്കെ വരുന്നുണ്ട്, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്. ആംറസ്റ്റ് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. അത് എന്താ പറയുക, സ്പേസും അതിനുള്ളിൽ തന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസും അവർ നൽകി. അഡ്ജസ്റ്റബിൾ കൂടിയാണ്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഈ വേരിയൻറ്റിൽ നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു മിറർ ഓട്ടോ ഡിമ്മിങ് അല്ല, തൊട്ടടുത്ത വേരിയൻറ്റിലേക്ക് പോയാൽ ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള മിററാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് അടുത്ത വ്യത്യാസമായിട്ട് പറയാം. പക്ഷേ ഇതൊക്കെ കോംപ്രമൈസ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ഓക്കെയാണ്. കാര്യം നാൾ വരെയും മാരുതിയുടെ ടോപ്പിൻ്റെ വാഹനങ്ങൾ വന്ന ആ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് ഈ ഒരു വേരിയൻറ്റിൽ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു അടുത്ത സമയത്താണ് ആ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ക്രൂയിസ് കൺട്രോൾ ഇല്ലാത്തത് വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മുടെ റോഡിൽ കൂടെ ക്രൂയിസ് കൺട്രോൾ നിന്നിട്ട് ഓടിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഒരു മൈലേജിലേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് നമ്മൾ പറയാം. സിറ്റി യൂസ് ഒക്കെയാണ് നമുക്കൊരു 19 റേഞ്ചിലൊക്കെ മൈലേജ് നമുക്ക് എന്തായാലും കൺഫേം ആണ്. സിറ്റി യൂസ് ആണെങ്കിൽ. ലോങ് ആണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ മൈലേജ് നമുക്ക് കിട്ടും. 22 സംതിങ് ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. നമുക്ക് ഏകദേശം ഒരു 1200 cc എഞ്ചിനാണ്, അത് എടുത്ത് പറഞ്ഞേക്കാം. ഏകദേശം ഒരു 89 PS അടുപ്പിച്ച് പവറും 113 Nm ടോർക്ക് നമുക്ക് വരുന്നുണ്ട്. 23 അടുത്താണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. ലോങ് യാത്രയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു 20 മുകളിൽ മൈലേജ് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഡോർ പാഡിലേക്കൊക്കെ വന്നാൽ 4 ഡോർ പവർ വിൻഡോയും മിറർ ഇലക്ട്രിക്കലി കൺട്രോളിങ്ങും അതേപോലെ ഫോൾഡിംഗ് ഓപ്ഷനും ഡോർ പാഡിൽ നമുക്ക് വരുന്നുണ്ട്. ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. 5 സ്പീഡാണ് വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. ഇപ്പോൾ ഒരു മാനുവൽ ഓപ്ഷനാണ്. ആ ഒരു സീറ്റിൻ്റെ ആ ഒരു പൊസിഷൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓക്കെയാണ്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൾറെഡി ഈ വേരിയൻറ്റിൽ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആളുകൾ ഇരുന്നാലും പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് ടിൽ ആൻഡ് ടെലസ്കോപ്പിക്ക് വരുന്നുണ്ട്. ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ ആ ഒരു ക്ലസ്റ്റർ യൂണിറ്റിന് വരുന്നുണ്ട്. ഫുള്ളി ഡിജിറ്റൽ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയൊന്നുമില്ല. ചെറിയൊരു പോർഷൻ മാത്രമേ ഡിജിറ്റലായിട്ട് അവർ നൽകിയിട്ടുള്ളൂ. പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഇൻസോമ ക്ലസ്റ്റർ യൂണിറ്റ് കമ്പനി നൽകിയിട്ടുള്ളൂ. അത്യാവശ്യം ഡോർസിലൊക്കെ ആയാലും ഈ ഒരു സെൻട്രൽ ടണലിലൊക്കെ ആയാലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. സ്പേസ് എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യം അവർ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പിൽ 2 ലൈറ്റ് നൽകിയിട്ടുണ്ട്. LED ഒന്നുമല്ല, നോർമലി വരുന്ന ലൈറ്റ് തന്നെയാണ്. ഇവിടെ ഒരു മിറർ ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. ഈ ഒരു മിറർ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അക്സസറീസ് ആയിട്ടൊക്കെ ഒരുപാട് മിറേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ഫുൾ കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അത് വെച്ചാൽ മതി, അല്ലാതെ മിററിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഇവിടെ മിററൊന്നുമില്ല. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു വാഹനമാണ്. അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു വാഹനമാണ്. ഡീസൻ്റ് ആയിട്ടുള്ളൊരു മൈലേജ് കിട്ടുന്ന വാഹനമാണ്. വലിയ മെയിൻ്റനൻസ് കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വാഹനമാണ്. അത്യാവശ്യം ഈ ഒരു വേരിയൻറ്റിൽ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓവറോൾ ഞാനൊരു വാഹനത്തിൽ വളരെയധികം ഹാപ്പിയാണ്. ഫ്രണ്ടിൽ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. സീറ്റ് ബെൽറ്റ് ഒന്നും ഹൈറ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല, ഫിക്സഡ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. ആ ഒരു പോർഷൻ മാത്രമേ ഇരിക്കുന്നുള്ളൂ. വേറെ ഒന്നുമില്ല പറയാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഒതുക്കാം. അപ്പം വീഡിയോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്തേക്കാം, ഇവിടെ നിന്ന് ഒതുക്കിയേക്കാം. അപ്പം വേറെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ. ഈ ഒരു വാഹനത്തെക്കുറിച്ച് അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു വാഹനമാണ്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഈ വാഹനത്തിനുള്ളിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ അത് ഓഫ് ചെയ്തിടുക. ട്രാക്ഷൻ കൺട്രോൾ ബട്ടൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. ചാർജിങ് സോക്കറ്റൊക്കെ ഓക്കെയാണ്. ഇതാണ് കീ. മാരുതിയുടെ വാഹനം കണ്ടുവരുന്ന ഒരു സെയിം കീ തന്നെയാണ് നൽകിയിട്ടുള്ളത്. വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാൻ. ഇഷ്ടപ്പെട്ട നല്ലൊരു വാഹനം തന്നെ. എന്താ പറയുക, അത്യാവശ്യം മൈലേജും എല്ലാം പെർഫോമൻസും ഒക്കെ തരുന്നൊരു വാഹനം തന്നെ. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. കണ്ടിട്ട നമ്പറാണ്. കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ഞാൻ അടുത്ത ദിവസം വരും. അത് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.